ഹായ് വെൽക്കം ബാക്ക്. കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ കണ്ടോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലെ തന്നെ കുറച്ച് ക്ലീനിങ് ആണ്. ഒന്നുമില്ല, ഈ കൗണ്ടർ ടോപ്പും പിന്നെ ഈ നൈഫ് ഹോൾഡർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പം ഞാനൊരു 2 ആഴ്ചയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് അതുമ്പോൾ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഈ ഒരു വൈപ്സില്ലേ, ഈ ഒരു ക്ലീനിങ് വൈപ്സാണ് ഞാൻ യൂസ് ചെയ്യൽ. ഇങ്ങനത്തെ നൈഫ് ഹോൾഡർ, അതുപോലെ തന്നെ ആ ഒരു അങ്ങനത്തെ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുമ്മ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാട്ടോ യൂസ് ചെയ്യുക. എന്താ പറയുക, അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വൈപ്സും യൂസ് ചെയ്യലുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഓൾ പർപ്പസ് ക്ലീനറില്ലേ, അതും യൂസ് ചെയ്യും. അപ്പോൾ ഇതാ ഈ നൈഫ് ഹോൾഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കത്തികളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ എപ്പോഴും ഇത് ക്ലീൻ ചെയ്യണ സമയത്ത് ഇതുമുള്ള കത്തികളും കൂടിയിട്ട് ഒന്നെടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്ത് തുടച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കും. അതുപോലെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് എല്ലാം ഞാൻ ഈ ഒരു വൈപ്സ് വെച്ചിട്ട് തുടച്ചെടുക്കലുണ്ട്. ചില സമയത്തെല്ലാം ഒരുപാട് പൊട്ടയായിട്ടുണ്ടെങ്കിൽ ഞാൻ കഴുകും, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു വൈപ്പ് വെച്ചിട്ട് തുടച്ചെടുക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓയിൽ ബോട്ടിലിൽ കുറച്ച് ഓയിലും കൂടി ഒന്ന് നിറച്ച് വയ്ക്കാനുണ്ടായിരുന്നു. നമ്മൾ ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും കത്തി കഴുകിയിട്ട് തന്നെയാണ് വെക്കലെങ്കിലും ഞാൻ ഈ ഒരു നൈഫ് ഹോൾഡർ ക്ലീൻ ചെയ്യണ സമയത്ത് ഇതെല്ലാം വീണ്ടും ഒന്നും കൂടി കഴുകിയിട്ട് തുടച്ച് വെക്കൂട്ടാ. പിന്നെ ഞാനിത് കഴുകിയിട്ട് അങ്ങനെ വെയിലത്ത് വെച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യൊന്നുമില്ല. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് എല്ലാം ഒന്ന് പുറത്ത് വെക്കും. അതാ ഇപ്പോൾ ഈ ചെയ്യണ പോലെ. അതിന് ശേഷം അതാ നൈഫ് ഹോൾഡറിലേക്ക് വെച്ച് കൊടുക്കും. അങ്ങനെയാട്ടാ ചെയ്യൽ. ഒരു പ്ലാന്റില്ലേ, ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ ഫില്ല് ചെയ്തിട്ട് അതുമ്മ ഇട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തേക്കാണ്. ഇത് ഞാൻ എപ്പോഴും കിച്ചണിൽ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ ഒരു പ്ലാന്റ് വെക്കും കേട്ടോ. വെറുതെ വെക്കണ്ട, ഒന്നെങ്കിൽ ഇവിടെ വെക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ എടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ വെക്കും. അങ്ങനെയൊക്കെ എനിക്ക് ആ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എപ്പോഴും ഇത് കിച്ചണിൽ തന്നെ ഞാൻ വെക്കൽ. കിച്ചണിലിരിക്കുന്ന കാണുമ്പോൾ അതിന് കൂടുതൽ ഭംഗി. ആ ഒരു ട്രാൻസ്പെറൻറ്റ് ആ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു ഇതും എല്ലാം കൂടി ആ കിച്ചണിലിരിക്കുമ്പോൾ അതിന് കൂടുതൽ ഭംഗി. ഞാൻ പണ്ട് ഇത് ഹോളിലായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കിച്ചണിലേക്ക് ആക്കിയതാ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ചെടിയില്ലേ, ഈ ഒരു സ്നേക്ക് പ്ലാന്റിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു പോട്ടിൽ ഒരെണ്ണം എക്സ്ട്രാ വളർന്നു വന്നിട്ടുണ്ട്. അപ്പം അതിനെ ഒന്ന് റീപോർട്ട് ചെയ്യാണ്. ഞാനിങ്ങനെ ഏതെങ്കിലും ചെടിയിൽ ഇതുപോലെ എക്സ്ട്രാ ഒരെണ്ണം വളർന്നു വരുന്നത് കണ്ട് അപ്പം തന്നെ അതിനെ പൊട്ടിച്ചെടുക്കും കേട്ടോ. എന്നിട്ടതൊരു പുതിയ പോട്ടിലേക്ക് ആക്കും. അപ്പം അത് ഈ ഒരു പാക്കത്തിലൊക്കെ വളർന്ന് വരുമ്പോഴോട്ടോ ഞാനത് അങ്ങനെ വിടില്ല. എനിക്കപ്പോൾ ഒരു എക്സ്ട്രാ ചെടിയും കൂടി ആയില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്ത് ഇപ്പോൾ ഒരുപാട് സ്നേക്ക് പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ ഒന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നതാണ്. ഞാൻ പറഞ്ഞില്ല 2 ആഴ്ചയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാട്ടാ. ചീര എടുക്കുന്നുണ്ട്.
ഫ്രിഡ്ജിൽ അത്യാവശ്യത്തിന് എല്ലാം തീർന്നിരിക്കുക, അത്യാവശ്യത്തിനല്ല മിക്കതും തീർന്നിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടുന്ന് എടുക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് ഇപ്പോൾ ചെയ്യണില്ല, അത്യാവശ്യങ്ങൾ മാത്രമായിട്ട് എടുക്കുന്നത്. നമ്മുടെ ഈ തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ വന്നപ്പോൾ തന്നെ ഈ ഒരു വാട്ടർമെലൺ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് കരുതിയിട്ടാണ്. ഇത് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് ആദ്യം അങ്ങ് ചെയ്ത് വെച്ചാൽ പിന്നീട് അത് കഴിക്കാൻ നേരം ആകുമ്പോഴേക്കും അത് റെഡി ആയിട്ടുണ്ടാവുമല്ലോ, നല്ല തണുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാനുണ്ടല്ലോ വാട്ടർമെലൺ കട്ട് ചെയ്യുന്നത് ഇതാ ഇങ്ങനെയാട്ടാ. അതിനിപ്പോൾ വലുതായാലും ചെറുതായാലും മിക്കപ്പോഴും ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുക. അല്ലാണ്ട് ആദ്യം തന്നെ അത് രണ്ടായിട്ട് മുറിച്ചിട്ട് അങ്ങനെ അതിനേക്കാളും നല്ലത് അതിൻ്റെ ഒരു ഫ്ലഷ് ഒന്നും ഒട്ടും പോവാണ്ട് നമുക്ക് കിട്ടുക ഇങ്ങനെ ചെയ്യുമ്പോഴാട്ടാ. ഈസിയാണ് ചെയ്യാനായിട്ട്, ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ അധികവും ഇവിടെ വാങ്ങിക്കൽ സീഡ്ലെസ് വാട്ടർമെലനാണ്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ കരുതിയിട്ടാണ് വാങ്ങിച്ചത്. സാധാരണയായിട്ട് ഈ ചെറുത് അങ്ങനെ സീഡ്സ് ഉണ്ടാവാറില്ല. പക്ഷേ ഇതുമ്മ അപ്പടി സീഡാട്ടാ. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ ആണെങ്കിൽ ഇളക്കി മാറ്റിയിട്ട്, ഇവിടെ എൻ്റെ മോളൊന്നും തീരെ കഴിക്കില്ല എന്നല്ല, വലിയ മടിയാണ് അതിൽ സീഡൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ എൻ്റെ ഹസ്ബൻഡിനായാലും പ്രിഫറൻസ് കൂടുതൽ സീഡ്ലെസ്സാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അത് തന്നെയാണ് വാങ്ങിക്കൽ. ഇതിപ്പോൾ എന്തായാലും അബദ്ധം പറ്റിയതുപോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെയൊക്കെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാനിതിനെ ജ്യൂസാക്കൂട്ടാ. ജ്യൂസാക്കിയിട്ടാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അതുപോലെ തന്നെ ചില സമയത്ത് ജ്യൂസാക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് നമ്മുടെ പാലും അതുപോലെ നമ്മുടെ റൂ അഫ്സയില്ലേ അതൊക്കെ ചേർത്തിട്ട് അങ്ങനെ എടുക്കും. അത് നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അങ്ങനെ കുടിക്കുമ്പോൾ ചിയ സീഡും ഒക്കെ ചേർത്തിട്ട് അങ്ങനെയും ചെയ്യലുണ്ട്. അല്ലാണ്ട് പ്ലെയിനായിട്ട് ജ്യൂസാക്കിയിട്ട് അങ്ങനെയും എടുക്കലുണ്ട്. അപ്പോൾ എന്തായാലും വാട്ടർമെലനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. പിന്നെ ഈ മല്ലി മുളകൊക്കെ ഒന്ന് റീഫിൽ ചെയ്യാനുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചു, അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. ഇപ്പം ഇത് കാണിച്ചു തരാം. ഇത് മാത്രം ഞാനൊരു കാര്യം കാണിച്ചു തരാം. എന്താ പറയുക, ഞാനില്ലേ ഈ മല്ലിയൊക്കെ ഇങ്ങനെ കുപ്പിമേൽക്ക് ആക്കി വെക്കുന്ന സമയത്ത് എന്താ പറയുക, നമുക്ക് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നമ്മൾ ഈ കുപ്പിമ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അടുത്തത് വെക്കുമ്പോഴേക്ക് റീറൈറ്റ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അത് ആ സ്റ്റിക്കർ ഇളക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അത് ചിലപ്പം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അത് പോവില്ല, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ എക്സ്പയറി ഡേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കവറുമ്മേ പിന്നിലുണ്ടാവില്ലേ, അവരെഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, അവരൊരു ബ്രാൻഡ് അത് മെൻഷൻ ചെയ്തിട്ടുള്ള എഴുതിയിട്ടുണ്ടാവുമല്ലോ കവറിൽ. അപ്പോൾ ഞാനത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ചെറിയൊരു പീസാണ് ഉണ്ടാവുക. അത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഈ കുപ്പിമേൽക്ക് ഇടൂട്ടാ. അങ്ങനെ ചെയ്യാം. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ കാണിക്കുന്ന പോലെ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ആ കുപ്പിയിലേക്ക് തന്നെ ഇട്ടേക്കും. എന്നിട്ട് നമുക്ക് കുപ്പിയിൽ നിന്ന് മല്ലി എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ ഇതുള്ളത്. അപ്പോൾ എന്തായാലും അത് ഒഴിവാക്കിയിട്ടല്ലേ എടുക്കുക. ഇതാകുമ്പോൾ ഭയങ്കര ഈസിയാണ്. നമുക്കിനി അടുത്ത റീഫിൽ ചെയ്യണ സമയത്ത് അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചെടുത്താൽ മതി. അപ്പോൾ കുപ്പിയൊന്നും പൊട്ടയാവുകയില്ല. ഈ പൊട്ടയാവില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചാൽ അങ്ങനെ ഒട്ടിച്ചിട്ട് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടല്ലേ, മാറ്റി വീണ്ടും ഒട്ടിക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ അതിനേക്കാളൊക്കെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ മല്ലിയിലും മുളകിലും അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപ്പൊക്കെ ഇല്ലേ അതിലും എല്ലാം ഇങ്ങനെ തന്നെ ആട്ടോ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും അല്ലേ. ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. ഇതാണ് കൂടുതൽ ഈസി ആയിട്ടുള്ളത്. എനിക്ക് ഈ സാധനങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അത് എക്സ്പയർഡായി പോകുമെന്നുള്ള ഇതുണ്ടാവും. കാര്യം ഞാൻ അങ്ങനെ റെഗുലറായിട്ട് എല്ലാം എടുക്കുന്ന ആളല്ല. അപ്പോൾ കുറച്ച് ദിവസം ഇരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു മെത്തേഡ് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. പിന്നെ ഞാനിപ്പോൾ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മുളകൊന്ന് വറുത്തെടുക്കുകയാണ്. ഒരു നാടൻ റെസിപ്പി ആട്ടാ ചെയ്യണത്. പണ്ട് വീട്ടിലൊക്കെ ചെയ്യണ റെസിപ്പിയാണ്. പണ്ടല്ല, ഇപ്പോഴും ചെയ്യലുണ്ട്. ഈ ഒരു റെസിപ്പി വീട്ടിൽ ചെയ്യണ ഒരു റെസിപ്പി ആട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് ഇത്. ചെയ്തെടുക്കാൻ കുറച്ചൊരു പണിയുണ്ട്, എന്നാലും ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ ഉണ്ടാക്കി പോവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇതിലേക്ക് മുളകും മല്ലിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് വറുത്തിട്ട് അങ്ങനെയാണ് ചേർക്കുക. അല്ലാണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഇല്ലേ അതങ്ങനെ ചേർക്കില്ല കേട്ടോ. ഇങ്ങനെ ചേർക്കുമ്പോൾ അതിൻ്റെ സ്വാദ് ഉണ്ടാവുക.
ഒരു റെസിപ്പി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ കാശ്മീരി മുളകും സാധാരണ മുളകും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, അതൊന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലി ആട്ടാ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. മല്ലി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് ചൂടാക്കി മല്ലി ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് വളരെ കുറച്ച് മതി, അതും കൂടി ഒന്ന് എന്താ പറയുക കുരുമുളകും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കും. അങ്ങനെയാണ് ചെയ്യുക. ഇതിപ്പോൾ ചിക്കനായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 750 grams എല്ലാം വരും. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നില്ലേ ഇതിലേക്ക് ആ ഒരു നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു മസാലയില്ലേ, മസാല എന്ന് പറയുമ്പോൾ മല്ലിയും മുളകും കുരുമുളകും എല്ലാം കൂടി വറുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇല്ലേ, അതിൻ്റെ ഒരു പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു 750 grams ചിക്കൻ എടുത്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള മല്ലിമുളകൊക്കെ ചേർത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്നതനുസരിച്ചിട്ട് അളവിൽ വ്യത്യാസം വരുത്തി യൂസ് ചെയ്യുക. പക്ഷേ റെസിപ്പി ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ബാക്കി വെച്ചിട്ടില്ലേ, അത് ഇനി നമ്മൾ ആ ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ളതാണ്. അന്നേരം ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പകുതി മാറ്റി വെച്ചിട്ടുള്ളത്. എന്താ പറയുക, ഇനിയിപ്പോൾ ഈ ഒരു ചിക്കൻ നമുക്ക് എത്ര സമയം വെക്കാൻ പറ്റുമോ റെസ്റ്റ് ചെയ്യാനായിട്ട് അത്രയും നല്ലതാട്ടോ. ഞാനിതിപ്പോൾ ഒരു മണിക്കൂറെല്ലാം ഫ്രിഡ്ജിലേക്ക് വെക്കും, ഫ്രീസറിലേക്ക് അല്ല ഫ്രിഡ്ജിലേക്ക് വെക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. ഇതിലേക്കില്ലേ ഇഞ്ചിയും ഉള്ളിയും മാത്രമാണ് ചേർക്കുക. ഉള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി കേട്ടോ, മറ്റേ സവാള ചേർക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർക്കില്ല. അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്ത് റെസിപ്പിയാണ്, ചിക്കനൊക്കെ ആകുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ചേർക്കേണ്ടെന്നല്ലേ. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഇത് ഈ ഒരു റെസിപ്പി ഇങ്ങനെയാണ്. ഇതിന് ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം പറ്റുകയാണെങ്കിൽ ഇന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം അറിയാതെ പറഞ്ഞു പോകേണ്ടതാട്ടോ. സാധാരണ നമ്മൾ വെളുത്തുള്ളി എടുക്കുമല്ലോ. അപ്പോൾ ഇഞ്ചിയും കുഞ്ഞുള്ളിയും കൂടി നന്നാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇനി ഇതിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ചിക്കൻ ഈ ഒരു കാസ്റ്റ് അയണിൻ്റെ പാത്രത്തിലാട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ മൺചട്ടിയിലും അല്ലെങ്കിൽ സ്റ്റീലിലും നോൺ സ്റ്റിക്കിൻ്റെ പാനിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഏറ്റവും സ്വാദുണ്ടാവുക മൺചട്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ കാസ്റ്റ് അയൺ ഇതിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഒരു ചിക്കൻ ഇങ്ങനെ മൊരിഞ്ഞ് വരും. അതാണ് നല്ലൊരു സ്വാദ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു കാസ്റ്റ് അയണിൻ്റെ പാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പിയിൽ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടല്ല ഉണ്ടാക്കുക, നെയ്യ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. അത് അതിൻ്റെ ഒരു സ്വാദ്. അപ്പോൾ പാനിലേക്ക് ചൂടായി വന്നപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എന്താ പറയുക, ഇഞ്ചിയും വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. കരിയാൻ പാടില്ല കേട്ടോ, കരിഞ്ഞ ഒരു പൊട്ട ടേസ്റ്റാണ് വരിക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ നന്നാക്കിയെടുത്ത കുഞ്ഞുള്ളി മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ അതിൻ്റെ പകുതി മാത്രമാണ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് പിന്നീട് ചേർക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു മസാലയില്ലേ, മല്ലി മുളകെല്ലാം കൂടി അരച്ചത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറി വരുന്നവരൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നീടാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ശരിക്കും വെള്ളം ചേർക്കാണ്ട് കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുക. പക്ഷെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കുറച്ച് മാത്രം ഇട്ടാൽ ഒരു 1/4 കപ്പ് തൊട്ട് ഒരു 1/2 കപ്പ് വരെ എല്ലാം അത്ര മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു കാസ്റ്റ് അയണിൻ്റെ പാത്രം ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കും, അതുകൊണ്ട് അങ്ങനെ ചെയ്യണത് കേട്ടോ. അതിനുശേഷം ചിക്കൻ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഈ ഒരു ബേർണറിന് മാറ്റിയിട്ട് ചെറിയ ബേർണറിലേക്ക് ആക്കുന്നുണ്ട്. അതിലാകുമ്പം തീ കുറച്ച് വരുള്ളൂ. ഇതിപ്പോൾ ഇതാ കുക്കായി വന്നിട്ടുണ്ട്. ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളൊരു ഡ്രൈ ആക്കി എടുക്കുന്ന ഒരു റെസിപ്പി ആട്ടോ, അല്ലാണ്ട് നമ്മുടെ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ആ ഒരു റെസിപ്പിയല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിന്നൊന്ന് കോരി മാറ്റും കേട്ടോ, ഈ ഒരു പാനിൽ നിന്ന് കോരി മാറ്റും.
എന്തിനാ കോരി മാറ്റിയെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാനിൽ ചെയ്യാം. ഞാനിപ്പോൾ എനിക്കിതിൽ തന്നെ ചെയ്യാനാണ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിൽ ചെയ്യിടും. അപ്പോൾ ചിക്കൻ കോരി മാറ്റിയിട്ടുണ്ട്. വീണ്ടും കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൊത്തത്തിൽ കുഞ്ഞുള്ളി ചേർക്കണില്ല ഇതിലേക്ക്. ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ചൊരു ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ചിക്കന് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം അതുപോലെ തന്നെ ഞാൻ കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അത്യാവശ്യം ഒന്ന് കരിഞ്ഞ് പോവാണ്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ. നല്ലതായിട്ടൊന്ന് ഇതായി വരണം. ഇനിയിപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എല്ലാം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലേൻ്റെ അളവ് ഒരുപാട് കൂടാൻ പാടില്ല. പിന്നീട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചിക്കൻ്റെ ആ ഒരു എല്ലുമെന്ന് ആ ഒരു ഫ്ലഷൊക്കെ ഒന്ന് മാറുന്ന തരത്തിൽ അങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അത് അല്ലെങ്കിലും അങ്ങനെ ആവും. കാര്യം നമ്മളിങ്ങനെ കുറേ ഇളക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തെടുക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു ചിക്കൻ ഇങ്ങനെ ഇളക്കിയിട്ട് ആ ഒരു മസാല പിടിക്കുമ്പോഴാട്ടോ ഈ ഒരു കറിക്ക് നല്ല സ്വാദ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതാ ഒരു 5 മിനിറ്റ് കൂടുതലെല്ലാം ഇങ്ങനെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയെടുക്കും. അപ്പോൾ ഇതാ നിങ്ങൾ കാണുന്നില്ലേ ഇതിൽ ചിക്കനെല്ലാം അത്യാവശ്യം ആ ഒരു മസാലയായിട്ട് പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നല്ല സ്വാദുള്ളൊരു റെസിപ്പി ആയിട്ടായത്. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിലും ഞാനിപ്പോൾ ഇതിൽ തക്കാളിയും സവാളയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ലല്ലോ. പക്ഷേ ഇതിന് ഭയങ്കര സ്വാദായിട്ടായി ഒരു ചിക്കൻ കറിക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കാൻ ആ ഒരു മല്ലിയും മുളകൊക്കെ പൊടിച്ചെടുക്കാനും എന്താ പറയുക ഫ്രഷായിട്ട് വറുത്ത് പൊടിച്ചെടുക്കാനും ഒക്കെ കുറച്ച് പണിയുണ്ടെങ്കിലും മറ്റേതാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ മുളക് മല്ലിയൊക്കെ അങ്ങനെ ചേർത്താൽ പോരെ. അപ്പോൾ ഇത് അങ്ങനെ കുറച്ച് പണിയുണ്ടെങ്കിലും റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല സ്വാദാട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. പുതിയ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു, ബൈ.